മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു, പ്രിയമുള്ളവരെ, ഇതുപോലെ കാലങ്ങളെ അതിജയിച്ച പ്രതിഭാശാലികൾ ഈ ജനതയിൽ കഴിഞ്ഞുപോയി. ഇവരെ മുഴുവനും കൊണ്ടുവന്നതാരാണ്? നല്ല ഉപ്പമാരാണ്, നല്ല ഉമ്മമാരാണ്. അതുകൊണ്ട് പുതുതലമുറ നേർവഴിക്ക് വരണമെങ്കിൽ ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പറയുന്നു, സുബഹിക്ക് കൃത്യമായി എഴുന്നേറ്റിട്ട് മക്കളെ വിളിച്ചുണർത്തുന്ന ഉപ്പമാരുണ്ടോ? സീരിയലുകൾക്ക് തപസ്സരിക്കാതെ മക്കളെ പരിലാളിക്കുന്ന ഉമ്മമാരുണ്ടോ? മക്കൾക്ക് നല്ല വീട് നൽകുന്നു, നല്ല വസ്ത്രം നൽകുന്നു, അവർക്ക് വേണ്ടതെല്ലാം വാങ്ങി നൽകുന്നു. എന്നാൽ നിങ്ങൾക്കുള്ള ഒരു ഡ്യൂട്ടിയുണ്ട്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ. നിങ്ങൾക്ക് അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ്? നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളെയും ഭാര്യ സന്താനങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ. നിങ്ങൾ നൽകുന്നതെല്ലാം അവർക്ക് സ്വർഗപ്രാപ്തിക്ക് കാരണമാകുന്നതാവണം, നരകത്തിലേക്ക് പോകാൻ പറ്റുന്നതാവല്ലേ. മാതാപിതാക്കൾ സൽവഴിക്ക് ചിന്തിക്കാൻ തുടങ്ങിയാൽ മക്കൾ നേർവഴിക്ക് വരാൻ തുടങ്ങും. അങ്ങനെ ഒരു മാറ്റമാണ് ഇവിടെ വേണ്ടത്. ജമാൻ ബി ബദൽ ജായേഗാ, ജമീൻ ബി ബദൽ ജായേഗാ. കാലവും ലോകവും എല്ലാം മാറും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പുതുതലമുറയ്ക്ക് കൃത്യമായ ദിശാബോധം നൽകാൻ പക്വതയുള്ള രക്ഷിതാക്കൾ വേണം. എന്റെ ശബ്ദം ഓൺലൈൻ സംവിധാനത്തിലൂടെ വിദേശത്തിരുന്ന് കേൾക്കുന്നവരുണ്ടാവാം. നമ്മുടെ മീഡിയ മിഷനിലൂടെ ഉമ്മമാര് രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങൾക്കൊപ്പം നിങ്ങളുടെ മകനിൽ ഒരു പ്രതിഭാശാലിയെ കാണാനുള്ള കരുത്ത് നിങ്ങൾക്ക് വേണം. ഒഴിവ് ദിനങ്ങളിൽ അലഞ്ഞു നടക്കുന്ന മക്കൾക്ക് ജീവിത ലക്ഷ്യങ്ങളില്ല. അതേ സമയത്ത് SSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം നിങ്ങളുടെ മക്കളുടെ കയ്യിലേക്ക് ത്രിവർണ്ണ പതാക കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയത്തിന്റെ വാലാട്ടിയാവാനല്ല, ഒരു കക്ഷി രാഷ്ട്രീയത്തിന് മുറവിളി കൂട്ടാനല്ല, ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി തെരുവിൽ കിടന്ന കോലാഹലം ഉണ്ടാക്കാനല്ല, ജയിച്ച ആൾക്ക് വേണ്ടി ഉറഞ്ഞുതുള്ളാൻ വേണ്ടിയല്ല, തോറ്റവനെതിരെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, എതിർ കക്ഷിയായ സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണങ്ങൾ പറയാൻ വേണ്ടിയല്ല. മറിച്ച് അവർ കയ്യിലേന്തിയ പതാക ഇന്നലകളിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവൻ സമർപ്പിച്ച മഹാരഥന്മാർ അവർ കൈമാറിത്തന്ന വിശുദ്ധമായ പതാകയാണ്. ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ ലിവാഉൽ ഹംദ് എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് നയിക്കുമ്പോ അതിന്റെ പിന്നണിയിലൊന്ന് കൂടാൻ പറ്റുന്ന ആദർശബോധത്തോടെയാണ് SSFന്റെ ത്രിവർണ്ണ പതാക നമ്മുടെ മക്കൾ കയ്യിലേന്തുന്നത്. പ്രിയമുള്ളവരെ, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതാകകളെ കുറിച്ച് മാത്രം ഒരു ഗ്രന്ഥമുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഓരോ വേളയിലും ഏതൊക്കെ പതാകകളാണ് കയ്യേന്തിയിരുന്നതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതാകകളെ കുറിച്ച് പറയാനൊരു ഗ്രന്ഥമുണ്ട്. ഹബീബായ തങ്ങളെ കൈമാറി തന്ന പതാകയുടെ പിന്തുടർച്ചയാണ് SSFന്റെ ധർമ്മജാഗരണ യാത്രകൾ. ഒന്നങ്ങ് കാസർഗോഡ് ജില്ലയുടെ അങ്ങേയറ്റം മഞ്ചേശ്വരത്ത് ഉപ്പളയിൽ നിന്ന് ആരംഭിക്കുമ്പോ സമസ്ത കേന്ദ്ര മുശാവറയിലെ തലയെടുപ്പുള്ള ആലിമീങ്ങളിൽ അതാ ഉന്നത ശീർഷരായ മഹാരഥന്മാരിൽ ഒരാളായ ബേക്കൽ ഇബ്രാഹിം മുഫ്ലിയാർ എന്ന വലിയ ഫഖീഹായ പണ്ഡിതൻ മഹാനവറുകളാണ് സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിലേക്ക് പതാക നൽകിയിട്ട്, മക്കളെ, നിങ്ങളെ മുൻഗാമികളുടെ വഴിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് സധൈര്യം മുന്നേറിക്കോളാൻ ആവശ്യപ്പെടുന്നത്. ഇവിടെ എത്തിച്ചേർന്ന ജനറൽ സെക്രട്ടറി മജീദ് അരിയല്ലൂർ അവറുകൾ നയിക്കുന്ന ഈ റാലി, ഈ യാത്ര ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമാ ഹൈദ്രൂസ് ഉസ്താദ് അവറുകൾ കേന്ദ്ര മുശാവറയിലെ ഉന്നതരായ പണ്ഡിതന്മാരിൽ ഒരാളാണ്. മഹാനവറുകൾ പെരുമ്പാവൂരിൽ നിന്ന് അതുപോലെ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയെന്നോണം കയ്യേന്തിക്കൊടുത്ത പതാകയോടെയാണ് നമ്മുടെ പ്രയാണം ഇവിടെ എത്തിയിരിക്കുന്നത്. അല്ലാഹു തആല കടന്നു വന്ന വഴികളെല്ലാം സ്വീകരിച്ചനുഗ്രഹിക്കട്ടെ. മുന്നേറുന്ന വഴികൾ കൂടുതൽ വിജയപ്രദമാക്കി തരട്ടെ. ഇത് നാളത്തേക്ക് നയിക്കാനുള്ള ഉന്നതമായ മുന്നേറ്റത്തിന്റെ മുൻനുരയായി അല്ലാഹു സ്വീകരിക്കട്ടെ.
പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ നല്ല ഒരു ലക്ഷ്യമുണ്ട്. ഈ പതാക ഇന്നലകളിൽ പിടിച്ചവർ മുഴുവനും കാണിച്ച ഒരു മാതൃകയുണ്ട്. ചൊക്ലി പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഓ ഖാലിദ് സാഹിബ് അതാ പതിവായി നമ്മുടെ തൊട്ടടുത്തുള്ള പടിക്കലിൽ അന്നത്തെ ഭാരവാഹികളുടെ വീട്ടിൽ വന്ന് പോകാറുണ്ട്. പകലന്തിയോളം ഉദ്യോഗവൃത്തി കഴിഞ്ഞിട്ട് നേരം വെളുക്കുവോളം ഈ ഉമ്മത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, വിദ്യാർത്ഥി യുവതയുടെ മുന്നേറ്റത്തിന് വേണ്ടി ആലോചിച്ച് പദ്ധതികൾ തയ്യാറാക്കിയിട്ട് മാതൃകായോഗ്യമായ ജീവിതം നയിച്ച ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരനായിരുന്നു നമ്മുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരനായ ഓ ഖാലിദ് സാഹിബ്. അല്ലാഹുവേ, ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാനേ. അതുപോലെ മദീന മുനവ്വറയിൽ ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന വെള്ളില ഉസ്താദ് അവറുകൾ, അബ്ദുർ റസാഖ് കുറ്റി അവറുകൾ തുടങ്ങിയുള്ള ഒരുപാട് മഹാരഥന്മാർ ഇന്നലകളിൽ ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് വഴി കാണിച്ച് കടന്നുപോയവരാണ്. നമുക്ക് തണൽ വിരിച്ചു തരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. അവരുടെ ആശീർവാദത്തിലാണ് ഈ പ്രസ്ഥാനം ചലിക്കുന്നത്. നമ്മുടെ ലക്ഷ്യമെന്താണ്? ഇവിടെ പ്രതാപമുള്ള ഒരു ജീവിതമാണ്. അടിസ്ഥാനപരമായ ലക്ഷ്യമെന്താണ്? നാളത്തെ സ്വർഗപ്രവേശമാണ്. രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളെ ഈ പ്രസ്ഥാനത്തിൽ ചേർത്തു നിർത്തുന്നത് ഈ ലോകത്തവര് മാന്യന്മാരായി ജീവിക്കാനാണ്. നാളെ അവർ ഉന്നതമായ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ കയ്യിലുള്ളത് വറളഅതു അബ്നാഇ ഹവാഅൽ അഹ്മദി. SSFന്റെ ഒന്നാമത്തെ അക്ഷരം സുന്നി എന്നതാണ്. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ബന്ധപ്പെടുന്നതാണ്. രണ്ടാമത്തത് സ്റ്റുഡൻസ് എന്നാണ്. അതൊരു മുതഅല്ലിമാണ്, ഇൽമ തേടുന്നവരാണ്. പരിശുദ്ധരായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ സലക ഫീ ത്വരീഖിൻ യൽതമിസു ഫീഹി ഇൽമൻ സലക ഫീ ത്വരീഖിൽ ജന്ന. ഒരാൾ അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ആ വഴിയിൽ വെച്ച് മരിച്ചാൽ അത് സ്വർഗപ്രവേശത്തിനുള്ള മരണമാണ്. പറഞ്ഞതാരാണ്? സത്യം മാത്രം ഒഴിഞ്ഞ നാവിന്റെ ഉടമയായ റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ സയ്യിദി വമലാദി കഅസി വമശ്റബി വവിസാലി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മൂന്നാമത്തേത് ഫെഡറേഷനാണ്. യദുല്ലാഹി അലൽ ജമാഅ. അല്ലാഹുവിന്റെ കാരുണ്യം മുഴുവനും സംഘം ചേർന്ന് നിൽക്കുമ്പോഴാണ്. അതെവിടെയെങ്കിലും സംഘം ചേർന്നാൽ പോരാ, ഹഖിന്റെ മേൽ സംഘം ചേരുമ്പോഴേ അൽ ജമാഅ എന്നതാവുകയുള്ളൂ എന്ന് ഇമാം അഹ്ലുസ് സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സുന്നികൾ ആ പ്രദേശത്ത് ന്യൂനപക്ഷമാണ്. ഖുർആൻ സൃഷ്ടിവാദികൾ അവിടെ കൂടുതലാണ്. അപ്പോൾ അന്നത്തെ പണ്ഡിതന്മാര് ചോദിച്ചു, ഇവിടെ ജമാഅത്ത് ഏതാണ്? അന്ന് പറഞ്ഞ മറുപടി അബൂ അബ്ദില്ലാ അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി ഹുവൽ ജമാഅ. അപ്പോൾ ഹഖിന്റെ കക്ഷിയിൽ ചേർന്ന് നിൽക്കുക എന്നതാണ് ജമാഅത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെ ഒരു സംഘം ചേർന്ന് നിന്ന് അറിവ് തേടുന്ന ഒരു കൂട്ടായ്മയിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാതയിൽ പൂർണ്ണമായി ചേർന്ന് നിൽക്കുമ്പോഴാണ്, മുഴുകി നിൽക്കുമ്പോഴാണ് ഒരു SSFകാരനായി മാറുന്നത്. നമ്മുടെ മുൻഗാമികളുടെ വഴികൾ പൂർണ്ണമായും പിന്തുടരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.